ജനിച്ചവരെല്ലാം മരിക്കും എന്നതിനാൽ ജനിച്ചവരെല്ലാം മഹത്തുക്കളാണെന്നില്ല. അതിനാൽ നാം ജനിക്കാനും ജീവിക്കാനും ജീവിത വിഭവങ്ങൾ ലഭിക്കാനും കാരണഭൂതനായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സൃഷ്ടിതായ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സ്നേഹാദരവോടെ ആഘോഷിച്ചേ മതിയാവും. അതൊരു ആരാധനാനുഷ്ഠാനമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കുക. ഇവിടെ നാം തിരിച്ചറിയേണ്ട പരമപ്രധാനമായ ഒരു കാര്യം മുത്തുനബിയെ ആരായിട്ട് എന്തിനയച്ചു എന്നുള്ളതാണ്. സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചും ധിക്കരിച്ചും അഹങ്കരിക്കുന്നവർക്ക് കഠിനമായ നരകയാതനയുണ്ടെന്ന താക്കീതും വിധിവിലക്കുകൾ ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മഹത്തരമായ സ്വർഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്തയും അറിയിക്കാനാണ് മുത്തുനബിയെ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. സമർപ്പണവും അനുസരണയും റബ്ബിനോടുണ്ടെങ്കിലേ നാം നബിയെ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കരാവും. ഇല്ലെങ്കിൽ അത് വെറും കാപട്യമായിരിക്കും. കപടവിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും ചൂടേറിയ അടിത്തട്ടിലെ നിത്യവാസികളായിരിക്കും. അതിൽ നിന്നും മോചിതരാവാൻ മുത്തുനബിയെ ആദരിച്ചും സർവ്വനാഥനായ അല്ലാഹുവിനെ ആരാധിച്ചും ജീവിക്കുന്ന ഉത്തമ സമുദായത്തിലെ അംഗങ്ങളായി നാം മാറുക. അല്ലാഹു നാം ഏവരെയും പരിവർത്തനം ചെയ്ത് സ്വർഗ്ഗവാസികളാക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തത് ഗാനം അൻസിൽ, അത് കഴിഞ്ഞ് ആത്തിഫ് അലി.